മറ്റൊരു ചോദ്യം നോക്കാം. ചുറ്റളവും പരപ്പളവും ഒരേ സംഖ്യയായ വൃത്തം പരിഗണിക്കുക. ഈ വൃത്തത്തിന്റെ ആരം എത്ര? ചുറ്റളവിനെ 4 തുല്യ ഭാഗങ്ങളാക്കുന്നു. ഒരു ഭാഗത്തിന്റെ നീളം എത്ര? ഒരു ഭാഗം വൃത്തകേന്ദ്രത്തിലുണ്ടാക്കുന്ന കോൺ എത്ര? 3 ഭാഗങ്ങൾ ചേർത്ത് വെച്ചാൽ കിട്ടുന്ന കേന്ദ്രകോണിന്റെ അളവെത്ര? ആരം r ആയാൽ ചുറ്റളവ് 2 πr-ഉം പരപ്പളവ് πr²-ഉമാണ്. ഇവിടെ വൃത്തത്തിന്റെ പരപ്പളവും ചുറ്റളവും തുല്യമാണ്. അതായത് πr² = 2 πr ആണ്. πr² എന്നാൽ πr ഗുണിക്കണം r ആണ്. 2 πr എന്നാൽ 2 ഗുണിക്കണം πr ആണ്. πr എന്നത് 2 പദങ്ങളിലും പൊതുവായിട്ടുള്ളതാണ്. πr കൊണ്ട് 2 പദങ്ങളെയും ഹരിച്ചാൽ r = 2 എന്ന് കിട്ടും. അതായത് പരപ്പളവും ചുറ്റളവും തുല്യമായ വൃത്തത്തിന്റെ ആരം 2 യൂണിറ്റ് ആണ്. ആരം 2 യൂണിറ്റ് ആയതിനാൽ ഈ വൃത്തത്തിന്റെ ചുറ്റളവ് 2 π ഗുണിക്കണം 2 അഥവാ 4 π ആയിരിക്കും. ചുറ്റളവിനെ 4 തുല്യ ഭാഗങ്ങളാക്കിയാൽ ഒരു ഭാഗത്തിന്റെ അളവ് 4 π/4 അഥവാ π ആയിരിക്കും. ഒരു ഭാഗം വൃത്തകേന്ദ്രത്തിലുണ്ടാക്കുന്ന കോൺ 360ന്റെ 4/1 അഥവാ 90 ഡിഗ്രി ആയിരിക്കും. ഇത്തരം 3 ഭാഗങ്ങൾ ചേർത്ത് വെച്ചാൽ കിട്ടുന്ന ചാപത്തിന്റെ കേന്ദ്രകോൺ 3 ഗുണിക്കണം 90 അഥവാ 270 ഡിഗ്രി ആയിരിക്കും.